സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ബി ദിലീപ് കുമാർ കൂടി തത്സമയം ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഈ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ഇനി ജനീവയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാതെ അവർ ഒപ്പിടട്ടെ. ഉടമ്പടിയൊക്കെ തയ്യാറായി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡ്രാഫ്റ്റ് ഇപ്പോൾ റെഡിയാണ്. ഇനി അത് സൈൻ ചെയ്താൽ മതി. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മധു കൊട്ടാരക്കര. ഈ ലോകം സമാധാനത്തിന്റെ വാതിൽ തുറക്കാൻ പോവുകയാണ്. ഈ വെള്ളിയാഴ്ചയാണ് പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്, അശാന്തിക്ക് അറുതി വരുത്തിക്കൊണ്ട് സമാധാന കരാർ ഒപ്പിടാൻ പോകുന്നത്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് ഈ സമാധാന കരാർ വെള്ളിയാഴ്ച ഒപ്പിടുക എന്ന കാര്യം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഇക്കാര്യത്തിൽ നേരത്തെ ഈ ചർച്ചകൾക്ക്, സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുത്തിരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരു കൂട്ടർക്കും വിജയം അവകാശപ്പെടുന്ന തരത്തിലാണ് എന്നതാണ് ഇതിലെ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യം. അമേരിക്കയെ സംബന്ധിച്ച് അവർ ഏതാണ്ട് 2 ദശാബ്ദക്കാലമായി ഇറാൻ ആണവ നിർവ്യാപനം നടത്തണം എന്നാവശ്യപ്പെടുകയായിരുന്നു. ആണവ നിർവ്യാപനത്തിലേക്ക് ഇറാനെ എത്തിക്കുന്നതിൽ വിജയിച്ചു എന്ന് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് അവകാശപ്പെടാം. അതേസമയം ഇറാൻ ശക്തമായ ചെറുത്തുനിൽപ്പാണ് ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ നടത്തിയിരുന്നത്. മാത്രമല്ല, അവരെ സംബന്ധിച്ച് ഉപരോധത്തിൽ നിന്ന് അവർ കരകയറാൻ പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മേഖലയിൽ, പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അത് ഇറാനെ കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ കഴിയൂ എന്ന കാര്യം ഇപ്പോൾ ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്ക അക്കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ നേരത്തെ മധു കൊട്ടാരക്കര പറഞ്ഞതുപോലെ ഈ സമാധാനത്തിന് തൊട്ടരികെ നിൽക്കുമ്പോൾ പോലും ലബനനിൽ നടത്തിയ ആക്രമണം, ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണം, അതിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനിയൊരു സമാധാന ലംഘനത്തിലേക്ക് കാര്യങ്ങൾ പോകരുത്, ലോകം ഇനി സമാധാനത്തിന്റെ വഴിയെ തന്നെ പോകട്ടെ എന്ന നിലയിലാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ഇറാനെതിരെ വലിയ തോതിലുള്ള സൈനിക ആക്രമണം തുടങ്ങിയത്. പക്ഷേ ഇറാൻ അതിൻ്റെ ആയുധങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നില്ല, അവരുടെ തന്ത്രപരമായ മികവിൽ അവർ ശക്തമായി തന്നെ തിരിച്ചടിച്ചു. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി അവർ നടത്തിയിട്ടുള്ള ലക്ഷ്യവേദിയായിട്ടുള്ള ആക്രമണങ്ങൾ, അത് ആ പശ്ചിമേഷ്യയിലെ വിവിധ ഗൾഫ് രാജ്യങ്ങളുടെ അടക്കമുള്ള ശക്തമായ എതിർപ്പിന് വഴിയൊരുക്കിയിരുന്നു. ഇറാനുമേലുള്ള അവരുടെ എതിർപ്പ് കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ രാജ്യങ്ങളിലെയൊക്കെ അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നായിരുന്നു ഇറാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ ഏതായാലും ആ യുദ്ധം അവസാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പലവട്ടം ഇങ്ങനെ ഈ നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒക്കെ അവകാശപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ ഇതാ യുദ്ധം അവസാനിക്കാൻ പോകുന്നു, സമാധാനത്തിലേക്ക് നീങ്ങാൻ പോകുന്നു, ഇറാനെ അടിച്ചു തകർക്കാൻ പോവുകയാണ് ഇന്ന് രാത്രി എന്നൊക്കെയുള്ള പല സുപ്രധാന കാര്യങ്ങളും പ്രഖ്യാപനങ്ങളൊക്കെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ സമാധാനത്തിലേക്ക് എത്തും എന്ന് തോന്നിക്കുമ്പോഴൊക്കെ പിന്നീട് അത് ലംഘിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയോ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച 2 രാജ്യങ്ങളും സമാധാന കരാറിലേക്ക് നീങ്ങുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു രാജ്യം ഖത്തറാണ്. കഴിഞ്ഞ ഏതാണ്ട് 15-16 മണിക്കൂറുകൾ ഖത്തറിൻ്റെ പ്രതിനിധി സംഘം ഇറാനിലെത്തി അവിടെയുള്ള ഭരണാധികാരികളുമായി ചർച്ച നടത്തി. അവർ ഇപ്പോൾ ദോഹയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അവരാണ് അവസാനവട്ട സമ്മർദ്ദം ചെലുത്തുകയും ഈ കരാറിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. വെള്ളിയാഴ്ച 19-ാം തീയതി ലോകം കാത്തിരിക്കുന്ന ആ കരാർ ഒപ്പിടുകയും ചെയ്യും. എസ് കെ. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. എന്തായാലും ഇറാനിൽ നിന്ന് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ഈ കരാറൊക്കെ ഒപ്പിടുന്നുണ്ട്, പക്ഷേ ഈ ശത്രുവിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള പ്രതികരണം വന്നിരിക്കുന്നു. കാരണം അമേരിക്ക ഇറാനെ ആക്രമിക്കുകയായിരുന്നു എന്നത് തന്നെയാണ് കാരണം. ഇസ്രയേലിൻ്റെ സമ്മർദ്ദത്തിലാണ് എന്ന് പറയും. എന്തായാലും സന്തോഷകരമായ മുഹൂർത്തപ്രതി വെള്ളിയാഴ്ച ജനീവയിൽ ഈ അന്താരാഷ്ട്ര കരാർ ഒപ്പിടും എന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നു. ഇറാൻ ഈ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.